ശേഖർ വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്നൊരു വാർത്ത ഭാവി ചർച്ചയ്ക്ക് തിടുക്കമൊന്നുമില്ലെന്നാണ് ഇറാൻ പറയുന്നത്. ന്യായമായ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല പന്ത് ഇപ്പോൾ അമേരിക്കയുടെ കോർട്ടിലാണെന്നും ഇറാൻ പറയുന്നു. എന്തായാലും പാകിസ്ഥാനിൽ നടന്ന അമേരിക്ക ഇറാൻ ചർച്ച പരാജയപ്പെട്ടു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ അമേരിക്കൻ ടീം അമേരിക്കയിലേക്ക് മടങ്ങിയെന്ന വാർത്തകൾ വരുമ്പോൾ PP ജെയിംസ് ഈ വാർത്തയെ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. PP ജെയിംസ് വലിയ പ്രതീക്ഷ സ്ഥാനത്തായിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഹായ് ഒന്നും വേണം, നമ്മൾ നേരിട്ട് ഇറാനിലേക്ക്. ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ലോകമൊക്കെ കാത്തിരുന്ന ചർച്ച ഏതാണ്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും സംഘവും പാകിസ്ഥാനിൽ നിന്ന് മടങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചർച്ചയിൽ മുന്നോട്ട് പോക്കില്ല. 21 മണിക്കൂറാണ് ഇൻഫോർമലായിട്ടും പിന്നീട് ഫോർമലായിട്ടും ചർച്ചകൾ നടന്നത്. അതിൽ 1-2 കാര്യങ്ങളിലാണ് കടുംപിടുത്തം ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. ഒന്ന്, ആണവായുധം നിർമ്മിക്കാൻ പറ്റില്ല എന്ന് അമേരിക്ക തീർത്തു പറഞ്ഞു, പക്ഷെ അതിൽ ഇറാൻ വഴങ്ങിയില്ല. 2, ഹോർമോസ് കടലെടുക്കാണ്. ഈ വാണിജ്യം നടക്കുന്ന യാത്രാ കപ്പലുകൾ, വാണിജ്യ കപ്പലുകൾ പോകുന്നതിൽ 20% എണ്ണയും പാചകവാതമൊക്കെ കടന്നു പോകുന്ന ഹോർമോസ് കടലെടുക്കാണ് ഏറ്റവും വലിയ വജ്രായുധമായിട്ട് ഇറാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അവർ കടത്തിവിടണമെങ്കിൽ $20 ലക്ഷം അല്ലെങ്കിൽ $22 മില്യൺ ടോൾ പിരിവ് പറയുന്നത്. അതിൻ്റെ പരമാധികാരം ഇറാന് വേണമെന്ന് പറയുന്നു. അമേരിക്ക പറയുന്നു ഇറാനും അമേരിക്കയും കൂടി ജോയിൻ്റ് ആയിട്ട് ചെയ്യാം എന്ന് പറയുന്നത്. എന്തായാലും അതിൽ തട്ടിയാണ് പ്രധാനമായിട്ട് ചർച്ചകൾ പിന്നോട്ട് പോയിട്ടുള്ളത്. വേറൊരു ഒളിഞ്ഞിരിക്കുന്ന വില്ലൻ ഇസ്രായേലാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച വിജയിക്കാൻ യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ലെബനോനിലേക്ക് കഴിഞ്ഞ 24-36 മണിക്കൂറിനുള്ളിൽ 200-ലേറെ ഹെസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഒരുപാട് പേരെ കൊലപ്പെടുത്തിയത്. അപ്പോൾ അവർ ലെബനിലേക്ക് ഇപ്പോഴും സംഘർഷവും കരയുദ്ധവും ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആകെ അല്പ ആശ്വാസമുള്ളത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം തൽക്കാലം നിലച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വലിയ കാര്യമായിട്ടുള്ള ആക്രമണമില്ല. കുവൈറ്റ്, UAE, സൗദി, ഖത്തർ, ബഹ്റിൻ അടക്കമുള്ള ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ആശ്വാസം കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇനി എന്താണ് വരുന്നതെന്ന് അറിയില്ല. കാരണം ട്രംപ് അവിടെ വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. മറുഭാഗത്ത് ഇറാൻ പറഞ്ഞിട്ടുണ്ട് പന്ത് അമേരിക്കയുടെ കോർട്ടിലാണ്, അവർ തീരുമാനിക്കട്ടെ. പക്ഷെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകൾക്ക് ശേഷം പറഞ്ഞത് ദിസ് ഈസ് എ ബാഡ് ന്യൂസ് ഫോർ ഇറാൻ. ഇത് അവർക്ക് വളരെ മോശമായ വാർത്തയാണ്. ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് കണ്ടോളൂ എന്നുള്ളതാണ്. അതിനിടയിൽ ഹോർമോസ് കടലിടുക്കിലേക്ക് 2 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അതിലൂടെ കടന്നുപോയെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പക്ഷെ ഇറാൻ പറയുന്നത് അത് കടക്കാൻ പോയി, ഞങ്ങൾ എതിർത്തുകൊണ്ട് അവർ തിരിച്ചു പോയെന്നാണ്. എന്തായാലും മൈനുകൾ അവിടെ ഇട്ടിട്ടുണ്ട്, 30 ബോട്ടുകൾ ബുക്ക് ചെയ്യുന്നൊക്കെ ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ട്രംപിൻ്റെ അവകാശവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല. എന്തായാലും കപ്പലുകൾ കടന്നു പോയിട്ടില്ലെന്നാണ് യുദ്ധക്കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയാൽ അതിൻ്റെ വലിയ വിജയാഹ്ലാദം ട്രംപ് പ്രകടിപ്പിക്കുമായിരുന്നു. വെറുതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന തരത്തിലേക്ക് പോകുമെന്ന വലിയ ആശങ്ക പശ്ചിമേഷ്യയിലുണ്ട്. ഗൾഫ് രാജ്യങ്ങളാണ് ഏറ്റവും അധികം ഈ യുദ്ധം നിർത്താൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത്. അമേരിക്കയുടെ ബേസുകളൊക്കെ അവിടെയാണ്. സൗദിയും UAE അടക്കമുള്ള രാജ്യങ്ങൾ അതിശക്തമായിട്ട് അമേരിക്കയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്രായേൽ ആർക്കും വഴങ്ങുന്നില്ല. പിന്നെ പാകിസ്ഥാന്റെ മധ്യസ്ഥത ഒരു തരത്തിലും ഇസ്രായേൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിനെ തിന്മയുടെ രാജ്യമെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത്. ഇതിലും ഭേദം ഇന്ത്യ ഇടപെട്ടിരുന്നെങ്കിൽ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമുള്ള ഇന്ത്യക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്തോ ഒരു സുവർണാവസരം പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.